തിരുവചനം തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സംരക്ഷണം, സഹവാസം എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ ഇടവരട്ടെ. സ്വർഗീയ പിതാവിൻ്റെ പരിശുദ്ധിയും സ്നേഹവും നമ്മളിലെപ്പോഴും നിറഞ്ഞു നിൽക്കുമാറാകട്ടെ. അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവം അനുദിന ജീവിതത്തെ ബലപ്പെടുത്തട്ടെ. അവിടുത്തെ രൂപിയാൽ നമ്മൾ നയിക്കപ്പെടുവാനും ആ പരിശുദ്ധാത്മാവ് തിരുവചനത്താൽ ഭൂമുഖത്തെ മുഴുവനും നവീകരിക്കട്ടെ. പരിശുദ്ധാമ്മയുടെ സഹായം, മാധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാദ്രി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. വീണ്ടും 3-ാം അധ്യായത്തിൽ അദ്ദേഹം എഴുതി 11-ാം വാക്യത്തിലൂടെ: ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഇപ്പം എല്ലാവരിലുമുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ ജീവിതമെന്ന് പറയുന്നത്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി സ്നേഹത്തോടെ ആദരവോടെ പറയാം: ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിലെ 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഈശോ പറയുകയാണ്: ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കുന്നവനും. ദൈവസന്നിധിയിൽ നമുക്ക് സമ്പാദ്യമുണ്ടോ? അതുപോലെ തന്നെ നമ്മളുടെ സമ്പത്തിനെക്കുറിച്ച് നിലപാടുകളെയും മനോഭാവങ്ങളെയും നമ്മുടെ അധ്വാനത്തെയും ഒക്കെ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്, വിശകലനം ചെയ്യേണ്ടതാണ്. നമ്മളെല്ലാവരും അധ്വാനിക്കുന്നുണ്ട്, അധ്വാനിക്കണം. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്നുള്ളത് ദൈവപ്രമാണമാണ്, ദൈവകൽപ്പനയാണ് ആദ്യം മുതൽ. അപ്പം അതുകൊണ്ട് അതിനകത്ത് സംശയമൊന്നും വേണ്ട. എന്നാൽ ഈ അധ്വാനത്തിൻ്റെ ഫലം, അതുകൊണ്ടുണ്ടാക്കുന്ന നേട്ടം ദൈവസന്നിധിയിലെ സമ്പത്തായി പരിണമിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഏറ്റവും വലിയ സമ്പത്ത് ദൈവമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? നമുക്കറിയാം, ഈശോ ഈ വചനം പറയുന്നത് ഭോഷനായ ധനികനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള മാർഗമായി സമ്പത്തിനെ ഉപയോഗിക്കണമെന്നാണ് അവിടെ ഈശോ പഠിപ്പിക്കുന്നത്. ധനമോഹം പല തർക്കങ്ങളിലേക്കും, പ്രത്യേകിച്ച് സഹോദരങ്ങൾ തമ്മിൽ തർക്കങ്ങളിലേക്ക് നടന്നുവെന്നും അതിനാൽ ഈശോയോട് നീ അതിൽ ഇടപെട്ടുകൊണ്ട് ആ തർക്കം പരിഹരിക്കണമെന്നും ഒരു മനുഷ്യൻ അവിടുത്തോട് ആവശ്യപ്പെടുകയാണ്. 12-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിൽ: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു: ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അപ്പോൾ ഈശോയ്ക്ക് കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, ഞാൻ സ്വത്ത് ഭാഗിക്കാൻ വേണ്ടിയോ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടിയോ ആ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്നവനല്ല. അവിടുന്ന് വന്നത് ദൈവരാജ്യം കൊടുക്കാൻ വേണ്ടിയാണ്, ദൈവത്തെ കൊടുക്കാൻ വേണ്ടിയാണ്, ദൈവത്തെ പങ്കുവെക്കാൻ വേണ്ടിയാണ്. സമ്പത്തും അനുബന്ധ കാര്യങ്ങളും പങ്കുവെക്കുവാൻ ഇടപെടുവാനല്ല ഈശോയുടെ വരവിൻ്റെ ലക്ഷ്യമെന്ന് അവിടുന്ന് കൃത്യമായിട്ട് പറയുകയാണ്. യഹൂദരുടെ വീക്ഷണത്തിൽ
വിജാതിയരുടെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ധനമോഹമാണ്, സമ്പത്തിനുള്ള മോഹം. സമാനമായ ഒരു പ്രബോധനം വിശുദ്ധ പൗലോസ്ലീഹ തരുന്നുണ്ട്. തിമോഥോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 10-ാം വാക്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുവാനും ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും എല്ലാ അധപതനത്തിൻ്റെയും ഒക്കെ കാരണമായിട്ട് അപ്പസ്തോലൻ പറയുന്നത്. സ്നേഹമുള്ളവരെ, ശരിക്കും നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിച്ചാൽ ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം നമ്മുടെ വ്യഥ എന്താ, നമ്മുടെ ആകുലത എന്താ, നമ്മുടെ അസ്വസ്ഥത എന്താ, എന്താണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തുന്ന കാര്യം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള അധികം പേരുടെയും, എല്ലാവരുടെയും എന്ന് ഞാൻ പറയുന്നില്ല, അധികം പേരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ധനമോഹം തന്നെയാണ്. ഈ ധനത്തിന് ചുറ്റുമാണ് ലോകം ശരിക്കും പറഞ്ഞാൽ ഒന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവനും ആകർഷിക്കുന്നതും ഈ ധനം തന്നെയാണ്. ആർത്തി ആഗോളവൽക്കരിക്കപ്പെട്ടു എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടി. അത് എല്ലാ തലങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും വേണം പറയാം. ഈ ഒരു ധനമോഹം, ആർത്തി, അത്യാഗ്രഹം ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഗ്രീക്ക് ചരിത്രകാരനായ പ്ലക്കൂട്ട് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: കൂടുതൽ കൈവശപ്പെടുന്നതിൽ നിന്ന് അത്യാഗ്രഹം ഒരിക്കലും വിശ്രമിക്കുന്നില്ല. അപ്പം അതുതന്നെയാണ്, എത്ര കിട്ടിയാലും നമുക്ക് മതിയാവുന്നില്ല, എന്ത് കിട്ടിയാലും നമുക്ക് വേണം എന്നുള്ള ആഗ്രഹം നമ്മളിൽ എല്ലാവരിലുമുണ്ട്, അധികം പേരിലുമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, ദൈവത്തെ മെല്ലെ മാറ്റിവെച്ചുകൊണ്ട്, ദൈവത്തിനും ദൈവിക പ്രമാണങ്ങൾക്കും വിശ്രമം കൊടുത്തുകൊണ്ട്, വിശ്രമമില്ലാതെ ഞാനും നിങ്ങളും അധ്വാനിക്കുന്നു, നമ്മൾ പരക്കം പായുന്നു. ഈശോ ചോദിക്കുകയാണ്, ഈ സമ്പാദിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ നീ സ്വരുക്കൂട്ടിയിട്ടുണ്ടോ? ഭോഷൻ്റെ പ്രവർത്തനങ്ങളെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വ്യത്യാസം ഈശോ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. മരണാനന്തര ജീവിതത്തിൽ ചിന്തിക്കുവാനോ ദൈവത്തെക്കുറിച്ച് ഓർക്കുവാനോ അവന് സമയമില്ല. അവൻ പറയുന്നതാ, ഞാൻ ധാരാളമായി സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്, എൻ്റെ ആത്മാവെ സുഖിക്കുക, സന്തോഷിക്കുക, തിന്നുകുടിക്കുക. ദൈവം അവനെ വിളിക്കുന്ന പേര് ഭോഷ എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ അഫ്യോൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അതിനർത്ഥം വകതിരിവില്ലാത്തവൻ, മൃഗതുല്യൻ, വീണ്ടു വിചാരമില്ലാത്തവൻ എന്നിങ്ങനെയാണ്. ശരിക്കും ധനത്തോടുള്ള മോഹം, ആർത്തി നമ്മൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ മൃഗതുല്യരായി മാറുന്നു, വീണ്ടു വിചാരമില്ലാത്തവരായി മാറുന്നു. എങ്ങനെയും ആരെയും ചതിച്ചും പറ്റിച്ചും കൊന്നും ഒക്കെ സമ്പാദിക്കണം എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെയുള്ള മനുഷ്യർക്കുള്ളതെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ സമ്പത്തുകൊണ്ട് പുതിയൊരു ലോകക്രമം, സമ്പത്തുകൊണ്ട് എല്ലാ കാര്യം നിയന്ത്രിക്കാൻ പറ്റും, സമ്പത്തുണ്ടെങ്കിൽ എല്ലാത്തിനെയും ഭരിക്കാൻ പറ്റും. ഈ സമ്പത്തിന് ചുറ്റുമാണ് ലോകവും മനുഷ്യകുലവും ചുറ്റിത്തിരിയുന്നത് എന്നുള്ള ധാരണയുണ്ട്. കായാനെക്കുറിച്ചൊരു കഥ പറയുന്നത്, കായാൻ ഒരു പുതിയ പർദീസ സൃഷ്ടിച്ചു പോലും. കാരണം കായാൻ ജനിച്ചത് പർദീസയ്ക്ക് പുറത്താണ്. എന്നാൽ പുറമെ നിന്ന് തന്നെ അവൻ്റെ മാതാപിതാക്കന്മാർ ആ നല്ല പർദീസയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവൻ കേട്ടിട്ടുണ്ട്. സ്വർണ്ണവർണ്ണമയമായ വൃക്ഷലാതാദികളും ഫലഭൂഷ്ടമായ ഇടങ്ങളുമൊക്കെയുള്ള ഏറ്റവും സുഖസുന്ദരമായ പർദീസ. അപ്പോൾ ഈ പർദീസയെക്കുറിച്ചുള്ള ആഗ്രഹം കാരണം സ്വന്തമായി ഒരു പർദീസ ഉണ്ടാക്കുവാൻ അവൻ ഈ പർദീസയിൽ കയറി എല്ലാ വിത്തുകളും മോഷ്ടിച്ച് അവൻ കൊണ്ട് കൃഷി ചെയ്തു. ധാരാളം ഫലമുണ്ടായി. അവൻ ദൈവത്തിന് കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ദൈവം ഇത് കണ്ടിട്ട് കായാന് വാണിംഗ് കൊടുക്കുന്നുണ്ട്, പാപം വാതിക്കൽ പതിയിരിപ്പുണ്ട്.
അപ്പോൾ ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട്, സഹോദരനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ പർദീസ സൃഷ്ടിക്കുക. ഇതാണ് കായൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ലോകം ഇന്ന് ചെയ്യുന്നത് അത് തന്നെയാണ്. ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട്, സഹോദരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് സമ്പത്തിൻ്റെ ഒരു ക്രമത്തിൽ ഒരു പുതിയ പർദീസ സൃഷ്ടിക്കുവാൻ വേണ്ടി എല്ലാം സാധ്യമാകുന്ന, എല്ലാം എനിക്ക് ലഭ്യമാകുന്ന ഒരു പർദീസ. പക്ഷെ ദൈവം ആ പർദീസയെ നശിപ്പിക്കുകയും അത് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ എന്ത് നേടുന്നു? ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? ദൈവപരിപാലനയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? തങ്ങൾക്ക് ദൈവം തന്ന സമ്പത്ത് നമ്മളെ ഏൽപ്പിച്ചതാണെന്നും അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടോ? ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്നതാണ് ഈ ഭോഷനോട്, ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ എടുത്താൽ, നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ മാറ്റിവെക്കുന്നൊരു കാര്യമാണ്. നമ്മൾ സമ്പാദിക്കുന്നത്, നമ്മൾ നേടുന്നത് അതെന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമല്ലെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ പ്രീതികരമല്ലെങ്കിൽ, മറ്റുള്ളവർക്കത് ഉപകാരപ്രദമല്ലെങ്കിൽ, നമ്മുടെ തന്നെ ആത്മരക്ഷയ്ക്ക് അത് സഹായിക്കുന്നില്ലെങ്കിൽ നമ്മൾ നേടുന്നത് എന്തും, അത് ഭൗതിക സമ്പത്തായിരിക്കാം, അത് അറിവായിരിക്കാം, അത് മറ്റ് കഴിവുകളായിരിക്കാം, അംഗീകാരമായിരിക്കാം, എന്തുമാകട്ടെ, അതുകൊണ്ട് എന്തു ഫലം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ചെയ്യുന്ന എല്ലാ അധ്വാനവും, ഇത് കായികമായ അധ്വാനമായിരിക്കാം, ബുദ്ധിപരമായ അധ്വാനമായിരിക്കാം, അതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പത്തായി രൂപപ്പെടണം. ദൈവത്തിൻ്റെ അടുക്കൽ അത് നിക്ഷേപമായി പരിഗണിക്കപ്പെടണം. ഇല്ലെങ്കിൽ അത് പിൻവലിച്ചു കഴിയുമ്പോൾ ജീവിതം നിരാശപ്പെട്ടു പോകുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സങ്കീർത്തനത്തിൽ 49-ാം സങ്കീർത്തനത്തിൽ ഈ സമ്പത്തിൻ്റെ നശ്വരതയെക്കുറിച്ചാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിൽ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്രയായാലും അത് തികയുകയുമില്ല. ഈശോ പറയുന്നത്, നീ ലോകം മുഴുവൻ നേടിയാലും, ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്തു ഫലം? അപ്പോൾ നമ്മൾ എന്തെല്ലാം നേടി എന്നുള്ളതല്ല, എത്രമാത്രം സമ്പത്തുണ്ടെന്നുള്ളതല്ല, നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ എന്ത് സമ്പാദിച്ചിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ 11-ാം വാക്യം 49-ാം സങ്കീർത്തനത്തിൽ, തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്ന് അവർ കാണും. മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും. വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇതുതന്നെ. അപ്പം സമ്പത്തിലാണ് ആശ്രയമെങ്കിൽ, സമ്പത്തിലാണ് അവരുടെ ആനന്ദമെങ്കിൽ അത് ദുഃഖകരമായ ഒരു അവസാനമായി തീരുന്നു. വീണ്ടും 49-ാം സങ്കീർത്തനത്തിൽ 17-ാം വാക്യം പറയുകയാണ്, അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല, അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയുമില്ല. ഇപ്പോൾ നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ ഉണ്ട്. ഒന്നും കൊണ്ടുപോകുന്നില്ല, നമ്മുടെ ചെയ്തികൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമ്പന്നരാകാൻ ശ്രമിക്കുന്നുണ്ടോ? ദൈവത്തിന് മുമ്പിൽ നമ്മൾ എന്തെങ്കിലും നേടാൻ ശ്രമിക്കുന്നുണ്ടോ? ഈശോ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ സാധ്യമല്ല. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ദൈവത്തെയും മാമോനെയും, ദൈവത്തിനെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ പേര് ദൈവത്തെ അങ്ങ് മാറ്റിവെക്കുന്നു, ധനത്തെ മാത്രം സേവിക്കുന്നു. ദൈവമായിരിക്കണം നമ്മുടെ സമ്പത്ത്, ധനമായിരിക്കരുത് നമ്മുടെ സമ്പത്ത്. ദൈവമായിരിക്കണം നമ്മുടെ ആശ്രയം, ധനമാകരുത് നമ്മുടെ ആശ്രയം. ദൈവമായിരിക്കണം നമ്മുടെ ശക്തി, ധനമാകാൻ പാടില്ല നമ്മുടെ ശക്തി എന്നോർക്കാം. മാത്യു ഹെൻറി ഒരിക്കൽ എഴുതി, സമ്പത്ത് ഭാരമാണ്, സമ്പാദിക്കുന്നതിനും സൂക്ഷിച്ചു വെക്കുന്നതിനും
അത് ഭാരം തന്നെയാണ്. സമ്പാദിക്കുന്ന ഭാരമാണ്, സൂക്ഷിച്ചു വെക്കുന്ന ഭാരമാണ്. പിന്നെ അദ്ദേഹം പറയുകയാണ് അവസാനം കണക്ക് കൊടുക്കേണ്ട ഭാരവും കൂടിയുണ്ട്. അപ്പോൾ ശരിക്കും ഭാരപ്പെടുന്ന കാര്യമാണ്. പണ്ട് ട്രെയിനിൽ എഴുതിയിട്ടുണ്ട്, ലെസ് ലഗേജ് മോർ കംഫർട്ട്. ലഗേജ് കുറവാണെങ്കിൽ യാത്ര സുഖകരമാണ്. നമ്മുടെ ഈ ജീവിതയാത്രയിൽ ശരിക്കും പറഞ്ഞാൽ, പക്ഷെ ഇന്നത് സ്വീകാര്യമായൊരു നിലപാടല്ല എന്നെനിക്കറിയെങ്കിൽ തന്നെയും, നമുക്ക് സമ്പത്ത് എത്രമാത്രം കുറവാണോ അത്രമാത്രം ജീവിതം എളുപ്പമായിരിക്കും, ജീവിതം സുഖകരമായിരിക്കും, ജീവിതം ആനന്ദകരമായിരിക്കും. ഈ എല്ലാ ഗുരുക്കന്മാരും ആത്മീയ അന്വേഷികളും അവർ ഈ ദരിദ്രരായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചത്, ലളിത ജീവിതം നയിച്ചത് ഈ ഒരു വലിയൊരു ബോധ്യം അനുഭവം അവർക്കുള്ളത് കൊണ്ടാണ്. സമ്പത്ത് ഭാരപ്പെടുത്തുന്നു, അത് ഉണ്ടാക്കുന്നത് ഭാരം, അത് സൂക്ഷിക്കുന്നത് ഭാരം, അവസാനം കണക്ക് കൊടുക്കുന്നതും ഭാരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്ത് ദൈവസന്നിധിയിൽ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആവശ്യങ്ങളെല്ലാം മാറി അനാവശ്യങ്ങളും, ഈ അനാവശ്യങ്ങൾ മാറി ആഡംബരങ്ങളും അത്യാഡംബരങ്ങളും നമ്മുടെ ജീവിതത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നമുക്ക് വേണം എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന കണ്ട് കുറച്ച് അസൂയയും ഈ ദ്രവ്യാഗ്രഹവും ഒക്കെ ചേർന്ന് നമ്മൾ എങ്ങനെയെങ്കിലും സുഖജീവിതമാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഓർക്കണം, കുമിഞ്ഞു കൂടുന്ന സമ്പത്ത് അത് കൊട്ടാരങ്ങളെ കവിഞ്ഞ് ഇനി ചാലുകളായിട്ട് ഒഴുകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പാവപ്പെട്ടവരിലേക്കും ചില കഷ്ടപ്പെടുന്നവരിലേക്കും ചെറിയ ചാലുകൾ തീർത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ദൈവസ്നേഹത്തെ പ്രതിയാണോ എന്നുകൂടെ ചിലപ്പോൾ ആലോചിക്കണം. ഞാൻ നിങ്ങളൊക്കെ പലരെയും ചിലരെയും സഹായിക്കാറുണ്ട്. അത് നമ്മുടെ മനസാക്ഷിക്കുത്ത് മാറാൻ വേണ്ടിയാണോ, നമ്മൾ സമ്പാദിച്ചതിൻ്റെ ദൈവവിരുദ്ധ ഭാവം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു പരിഹാര പ്രവൃത്തിയാണോ എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ചിലർക്ക് അവരുടെ മണിസൗധങ്ങളിൽ അവരുടെ സമ്പത്തിൻ്റെ മേലെ കടന്നുറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഉറക്കം കിട്ടാൻ വേണ്ടി അല്പമൊക്കെ സഹായം ചെയ്യുന്നവരുമുണ്ട്. അതെത്രമാത്രം ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണ് എന്ന് സംശയിക്കണം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 8-ാമത്തെ വാക്യത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി. അപ്പോൾ ഈശോ ദരിദ്രനായത് നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. നമ്മളെ സമ്പന്നരാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതികമായ സമ്പത്തെന്ന് ആരും കരുതരുത്. നമ്മൾ ചോദിക്കുന്നാൽ നമുക്ക് ധാരാളമായി നൽകുന്ന, ചോദിക്കുന്നതിലേറെ സമ്പത്ത് നൽകുന്ന ഒരു ദൈവിക ഇടപെടലായിട്ട് കണക്കാക്കരുത്. മറിച്ച് നമ്മുടെ സമ്പത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ലാത്തതുകൊണ്ട് ഈശോ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഓരോരുത്തരെയും സമ്പന്നരാക്കാൻ വേണ്ടി, ആ സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്നരാകാതിരുന്ന, ലോകത്തിൻ്റെ മുമ്പിൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന, അതിസമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്നരാക്കാൻ വേണ്ടി ഈശോ ദരിദ്രനായി. വിശുദ്ധ ഫ്രാൻസിസ് ദരിദ്രനും ക്രൂശിതനും എളിയവനുമായ യേശുവിനെ അനുഗമിക്കുക എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അർത്ഥത്തിലാണ്. അപ്പോൾ ഈശോ ദരിദ്രനായത് നമ്മളെ സമ്പന്നനാക്കാനാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്നരായി തീരണം എന്നാണ് ഈശോ തന്നെ ഈ സുവിശേഷ ഭാഗത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ സമ്പത്ത് നേടുന്നുണ്ട്. ദൈവത്തിന് നേരെയും സഹോദരങ്ങൾക്ക് നേരെയും കണ്ണടയ്ക്കാതെ ദൈവപ്രമാണങ്ങളെ വെളിച്ചമായി കണ്ട് സഹോദരങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വർഗത്തിൽ നിക്ഷേപമായി മാറും, സ്വർഗത്തിലെ സമ്പത്തായി മാറും. ഇപ്രകാരം കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അധ്വാനിച്ചവർ, തങ്ങളുടെ അധ്വാന ബലം പങ്കുവച്ചവർ, അവരാണ് ആദിമസഭയിലെ വിശ്വാസികളെന്ന് നമ്മൾ പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ അവരെക്കുറിച്ച് വായിക്കുന്നുണ്ട്.
വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. ഇങ്ങനെയാണ് അവർ സമ്പന്നരായത്. അവരാണ് ഏറ്റവും വലിയ സമ്പന്നർ. എന്താണ്? തങ്ങൾക്കുണ്ട സമ്പത്ത് അവർ മറ്റുള്ളവരുമായി, ഇല്ലാത്തവരുമായി പങ്കുവെച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ സമ്പന്നരായി തീർന്നവരാണ്. ഇങ്ങനെയുള്ള ഒരു മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകേണ്ടത്, ഒരു ക്രൈസ്തവന് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് സമ്പത്തിനെ പ്രതിഷ്ഠിച്ച് ആ സമ്പത്തിനെ പൂജിക്കുന്ന പ്രവണത. നമുക്കറിയാം, ലക്ഷമുള്ളവനെ പ്രഭു എന്നാണ് വിളിക്കുക, കോടികളുള്ളവനെ ഈശ്വര എന്ന് വിളിക്കും, കോടീശ്വരൻ, ലക്ഷപ്രഭു. അപ്പം ഇങ്ങനെ സമ്പത്തിൻ്റെ അളവനുസരിച്ച് മനുഷ്യരോടുള്ള നമ്മുടെ മനോഭാവത്തെയും ഒരുപക്ഷെ ദൈവത്തിന് പകരമായ ഒരു പ്രതിഷ്ഠയായും അതിനെ മനുഷ്യൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെയാണ് ഈശോ ചോദ്യം ചെയ്യുന്നത്. ഇതിനെയാണ് ഈശോ ഉപേക്ഷിക്കണമെന്ന് ഈ ഭോഷനായ ധനികൻ്റെ ഉപമയിലൂടെ നമ്മളോടും അവിടുന്ന് ആവശ്യപ്പെടുന്നത്. ചില സന്ദർഭങ്ങൾ കേട്ടിട്ടുണ്ട്, പണമില്ലാത്തവരെ പുച്ഛിക്കുക. ഇപ്പം സാമ്പത്തികമായിട്ട് കുറവുള്ള ജീവിത പങ്കാളിയെ അവഗണിക്കുക. മാതാപിതാക്കന്മാർക്ക് വലിയ സമ്പാദ്യമില്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന മക്കൾ. ഈ മാതാപിതാക്കന്മാർ തങ്ങളുടെ ഇല്ലായ്മകളെയും കഷ്ടപ്പാടുകളെയും ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങളുടെ കാര്യം, ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾക്കത് അറിയണ്ട, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തരണം. ഇങ്ങനെ മാതാപിതാക്കന്മാരെ ഈ സമ്പത്ത് കൂട്ടിവെക്കാത്തതിൻ്റെ പേരിൽ വിമർശിക്കുകയും കളിയാക്കുകയും ധിക്കരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന മക്കളെയും കണ്ടിട്ടുണ്ട്. ഇതൊരു വലിയൊരു അപകടമാണ്. അവിടെ ഇന്ന് മനുഷ്യൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ രീതിയിലും ഏത് മാർഗമാണെങ്കിലും കുറെ സമ്പാദിക്കാം എന്നുള്ള ഒരു മനോഭാവത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഡോക്ടർ ഗ്ലോറിയ പൗളയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. അവർക്ക് പ്രത്യേക സവിശേഷമായ ദൈവാനുഭവം ഉണ്ടായൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കൽ അവരുടെ ഒരു പ്രാർത്ഥനാ വേളയിലോ ഒരു ദൈവാനുഭവത്തിലോ, അവരുടെ മരണത്തുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പുസ്തകത്തിൽ അത് പറയുന്നത്. എന്തായാലും കർത്താവ് ചോദിക്കുന്നതാണ്, എൻ്റെ ആത്മീയ സമ്പത്തിനെക്കുറിച്ച് കർത്താവ് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞ കൈകളാണ് എനിക്ക് കാട്ടാനുണ്ടായിരുന്നത്. കർത്താവിനോട് ചോദിച്ചു, നിൻ്റെ വലിയ വീട്, നിൻ്റെ ക്ലിനിക്ക്, ജോലി, സൗന്ദര്യം, ആകാരവടിവ് ഇവ നിലനിർത്തുവാൻ ചെലവഴിച്ച പണം, സമയം, അതുകൊണ്ട് നിനക്ക് എന്തു പ്രയോജനം? നിന്നെ എന്നിലേക്ക് തിരിക്കുവാൻ സാമ്പത്തിക തകർച്ച തന്നപ്പോൾ നീ പ്രതിഷേധിച്ചില്ലേ? കാരണം പണമായിരുന്നു നിൻ്റെ ദൈവം. സമ്പന്നയായപ്പോൾ ഞാൻ വീട് ആഡംബര വസ്തുക്കൾ കൊണ്ട് നിറച്ചിരുന്നു. കർത്താവ് കാണിച്ചു തന്നു. കൂട്ടുകാർക്കുണ്ടായിരുന്നതിനേക്കാൾ വില കൂടിയ സാധനങ്ങൾ ഞാൻ എപ്പോഴും സംഘടിപ്പിച്ചിരുന്നു. നീ അഹങ്കാരിയും അസൂയാലുവായുമായതുകൊണ്ട് ധനികരുമായി സ്വയം താരതമ്യം ചെയ്ത് നിന്നേക്കാൾ താണവരെക്കുറിച്ച് നീ ചിന്തിച്ചില്ല. അപ്പോൾ എല്ലാവിധ ആഡംബരം, സുഖസൗകര്യങ്ങൾ അനുഭവിക്കുക എന്ന് മാത്രമല്ല, സാമ്പത്തികമായ ഞെരുക്കം, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ദൈവത്തെ എതിർക്കുക, പ്രതിഷേധിക്കുക. ഇതൊക്കെ നമ്മളും പലപ്പോഴും ചെയ്യുന്നതാണ്. നമുക്ക് എത്രമാത്രം ദൈവത്തിൽ ആശ്രയമുണ്ട്, എത്രമാത്രം ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാനുള്ള സമയമാണ്. നമുക്ക് സാമ്പത്തിക ഞെരുക്കമോ കടബാധ്യതയോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ പരാതിയാണോ? നമുക്ക് പരിഭവമാണോ? ദൈവത്തോട് നമുക്ക് അകൽച്ചയാണോ? അതോ ദൈവത്തിലുള്ള ആശ്രയം കൂടുകയാണോ? അപ്പോൾ ക്രൈസ്തവ ജീവിതം ഈ സമ്പത്തിൻ്റെ പ്രകടനപരതയല്ല. മറ്റുള്ളവരെ പോലെ, മറ്റ് സമൂഹത്തിലുള്ളവരെ പോലെ സാമ്പത്തികമായി ഉന്നതി നേടുക, അവരെക്കാൾ വലിയ വീടുകൾ പണിയുക, അവരെക്കാൾ വലിയ ആരാധന കെട്ടിപ്പടുക്കുക, ഇങ്ങനെ നമ്മുടെ സമ്പത്തിൻ്റെ പ്രൗഢിയും അതിൻ്റെ വലിപ്പവും കാണിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ ജീവിതം. അങ്ങനെയുള്ളത് അവരുമായിട്ട് മത്സരിച്ചും അവരെ തോൽപ്പിച്ചും ഈ സാമ്പത്തിക മേഖലയിൽ നമ്മുടെ ആധിപത്യം കാണിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ വിരുദ്ധതയാണ്. അവിടെ ഒരു ക്രൈസ്തവ സാമ്രാജ്യം ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ. വിശ്വാസ സമൂഹമല്ല കെട്ടിപ്പടുക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഓർക്കാം. സോർഗൻ കീർക്കഗാഡ് ഒരു കഥ പറയുന്നുണ്ട്, താറാവുകളുടെ കഥ. ഇപ്പം ഞായറാഴ്ച താറാവുകൾ ഒന്നിച്ചുകൂടും. ഒരു താറാവ് അതിനോട് വേദം ഉപദേശിക്കും. ഈ താറാവുടെ അസ്തിത്വം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയും. എന്ന് മാത്രമല്ല, ഈ സൃഷ്ടാവ് ഈ ചിറക് തന്നത് ഉയരങ്ങളിലേക്ക് ഉയരാനാണ്, നമ്മളിവിടെ പരദേശികളാണ്, ഇത് കഴിഞ്ഞ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ് എന്ന് ഉപദേശിക്കും. ഞായറാഴ്ച ഉപദേശം കഴിഞ്ഞു അവർ വീട്ടിൽ പോകുന്നു. ബാക്കി 6 ദിവസവും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, മുട്ടയിടുന്നു,
തടിച്ചു വീർക്കുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച വരുന്നു. ഇതിൽ ഏതാനും ചില താറാവുകൾ ഈ പ്രഭാഷണം ഗൗരവമായി എടുത്ത് ദാരിദ്ര്യം അനുഭവിക്കാൻ തുടങ്ങി. ഏതായാലും മറ്റ് താറാവുകൾ ഇവരെ സമ്മർദ്ദത്തിലാഴ്ത്തി സൂചിപ്പിച്ചതുപോലെ എല്ലാ ഞായറാഴ്ച ഇവർ വരുന്നു, വേദം കേൾക്കുന്നു, തങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ചും തങ്ങൾ ഉയരേണ്ടതിനെക്കുറിച്ചും പറയുകയും എന്നാൽ തിന്ന് കൊഴുക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നവീകരണം എന്ന് പറഞ്ഞുകൊണ്ട് എൻജിൻ കണക്ട് ചെയ്യാത്ത ഒരു ട്രെയിൻ കിടക്കുന്ന പോലെ നിത്യനവീകരണമായി നിത്യപ്രതീക്ഷയുമായിട്ട് നമ്മൾ നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ക്രൈസ്തവ ജീവിതം ഈ ആഡംബരത്തിൻ്റെയും ഈ പൊങ്ങച്ചത്തിൻ്റെയും ഒന്നും അല്ല എന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമ്പന്നരാണോ? ഈശോദൻ ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വിധവയുടെ കാണിക്കയെക്കുറിച്ച് അവൾ ദൈവത്തിന് മുമ്പിൽ വലിയ സമ്പാദ്യം നേടിയിരിക്കുന്നു. എനിക്ക് പരിചയമുള്ള ഒരു ജോർജ് ചേട്ടനുണ്ട്. ഏതാനും വർഷങ്ങളായി ഞങ്ങളുടെ ഒരു ആശ്രമത്തിൽ അദ്ദേഹം ചേർന്ന് ജീവിക്കുന്നു. വളരെ നല്ലൊരു മനുഷ്യനാണ്, കുടുംബജീവിതക്കാരനാണ്. അദ്ദേഹം സർക്കാരിൽ നല്ലൊരു ജോലിയായിരുന്നു. ചില സമ്മർദ്ദങ്ങളും കൈക്കൂലി വാങ്ങാനുള്ള നിർബന്ധങ്ങൾ വന്നപ്പോൾ അദ്ദേഹം റിട്ടയർമെൻ്റ് എടുത്ത് അദ്ദേഹം പോന്നു. ഇപ്പോൾ ഈ ആശ്രമത്തിൽ അദ്ദേഹം ജീവിക്കുന്നു, ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കൂടെ അവരുടെ കൂടെ അധ്വാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പെൻഷൻ കിട്ടുന്നത് 31,000 രൂപയാണ് ഒരു മാസം. അതിൽ 3,000 രൂപയുടെ ചിലവ് അദ്ദേഹത്തിനുള്ളൂ. ഭക്ഷണം നിയന്ത്രിക്കുന്നു, മറ്റ് ചിലവുകൾ നിയന്ത്രിക്കുന്നു, ബാക്കി പൈസ മുഴുവനും പാവങ്ങളെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട് ദശാംശം കൊടുക്കാമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ വരുമാനത്തിന് ദശാംശം കൊടുക്കുന്നവർ നല്ല കാര്യമാണ്. ഇദ്ദേഹം ദശാംശം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ദശാംശം എടുത്ത് തൻ്റെ ചെലവുകളെയും മറ്റും നിയന്ത്രിച്ച് അതിൽ വലിയ തുക പാവങ്ങളെ പല രീതിയിലും സഹായിക്കുന്ന ദൈവത്തിന് മുമ്പിൽ സമ്പത്ത് സ്വരൂപിക്കുന്ന വ്യക്തികളും നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമെന്ന് വിളിച്ചപ്പോൾ അതിനർത്ഥം എന്താണ്? എനിക്ക് വേറൊരു സമ്പത്തും വേണ്ട, ദൈവം മാത്രം മതി എന്ന മനസ്സാണ്. ഇങ്ങനെ ഈ ലോകത്തിൽ ചില ചെറിയവരിലും ചില എളിയവരിലും തീരാത്ത ഈ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും ചില സാധ്യതകളും ജീവജലത്തിൻ്റെ വറ്റാത്ത സംഭരണങ്ങളും ഉണ്ട് എന്ന കാര്യം ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ ഈശോ പറഞ്ഞത് നമുക്കും ഒന്നും കൂടെ ഓർമ്മിക്കാം. നമ്മുടെ സമ്പത്ത് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണോ? നമ്മൾ ദൈവത്തിന് മുമ്പിൽ സമ്പന്നരായി മാറുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടുന്ന് നമ്മളെ ഭോഷ എന്ന് വിളിക്കും. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.